This is halal television. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗായിരിക്കും. നമ്മുടെ പെരുന്നാൾ ദിവസം എങ്ങനെയൊക്കെയാണെന്നൊരു ചെറിയൊരു ബ്ലോഗ്. ഓക്കെ, അപ്പോൾ സമയം ഇപ്പോൾ 6:45 കഴിഞ്ഞ് 7 മണി ആവാറായിട്ടുണ്ട്. ആദ്യം തന്നെ എന്താണ് പെരുന്നാൾ നമസ്കാരമാണ്, അതിന് വേണ്ടിയിട്ട് റെഡിയാണ് നമ്മൾ. 7:15 ഇവിടെ പെരുന്നാൾ നമസ്കാരം. അതിന് വേണ്ടിയിട്ടൊന്ന് കുടിയൊക്കെ കഴിഞ്ഞ് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പള്ളിയിലേക്ക് പോകണം. ഞാൻ ഇടുന്നത് ഈ തവണത്തെ പെരുന്നാൾ ഡ്രസ്സ് ഇതാണ് ഗൈസ്, എക്സ്പാൻഷൻ എന്നൊരു ഷർട്ട്. അതുപോലെ തന്നെ H&Mന്റെ ഒരു ഓഫ് വൈറ്റ് കളർ ഒരു ജീൻസ്. നമ്മുടെ പെരുന്നാൾ ഔട്ട്ഫിറ്റ്. പാത്തൂരി വെങ്കട്ടാലോചിച്ചനേകമ്പർ വന്നാനേ അവൾക്ക് ഞാൻ കോട്ട് ചെറിയ പരിപാടിയൊക്കെ കാണുന്നുണ്ട്, സ്റ്റോറിയൊക്കെ. വ്ലോഗാ ലൈവല്ലേ, ഇന്ന് വൈകിട്ട് ഇൻഷാല്ലാ വരും. സുൽഫ്ലിക്സ്. നീ എന്നെ ഫോളോ ചെയ്യുന്നില്ലയോ? അപ്പോ ഞാൻ പള്ളിയിലോട്ട് കയറിയപ്പോഴത്തേന് ഫാൻസ് എല്ലാം ഇവിടുന്ന് ആ ഗേറ്റിൽ ഇങ്ങോട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഇങ്ങനെ പള്ളിയങ്ങാടിയിലെ മസ്തുടക്കാരോടാ. നമ്മൾ പെരുന്നാൾ നമസ്കാരം എല്ലാം കഴിയുന്ന നമ്മള് വീട്ടിൽ തിരിച്ചെത്തി. ഇനി നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ സൽമാൻ്റെ കൂടെ പത്തനാപുരം പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സൽമാൻ ദാ ഇപ്പം എത്തും. സൽമാൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ കാണിച്ചു തന്നു ഗൈസ്. ഇല്ല, എക്സ് ഒന്നും അല്ല, എക്സ് അല്ല, പിന്നെന്താ വയ്യ. തിരുവനന്തപുരം സാധാ മിഡിൽ ക്ലാസ് പയ്യൻ. PSC അല്ല, UPSC കോച്ചിങ്. ഭാവി കളക്ടർ ആവാനായിട്ട്. ഇതൊക്കെ തിരുവനന്തപുരത്ത് എന്റെ കൂടെയുള്ള ആരും കണ്ടിട്ട് അങ്ങനെ പെരുന്നാൾ ദിവസം രാവിലെ തന്നെ സൽമാൻ്റെ കൂടെ പത്തനാപുരം പോയി തിരിച്ചു. നമ്മൾ ഉണ്ടാക്കി പോത്തും ബിരിയാണി കുഴച്ച് വെച്ച് കഴിച്ചില്ല. നമ്മൾ അടുത്ത യാത്ര പോകാൻ പോവാണ്. അസ്സലാമലൈക്കും. അപ്പൊ നമ്മള് ഇന്ന് രാവിലെ ഇവനെ മെൻഷൻ ചെയ്തായിരുന്നില്ല? മെൻഷൻ ചെയ്തതിൽ ഞങ്ങളൊരു എക്സിസ്റ്റിംഗ് ഗ്യാങ് ഉണ്ടായിരുന്നില്ല, ആ ഗ്യാങ്ങിലുള്ള ഒരാളായിരുന്നു മൂസിൻ. മാണത്തിന് ഇടയ്ക്കായിരുന്നു എക്സിസ്റ്റിംഗ് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ് രജിസ്റ്റേർഡ് നേഴ്സ്. ഇവൻ ആളിപ്പോ ബാംഗ്ലൂർ അല്ലല്ലോ, ഹൈദരാബാദാണ്. ഇവൻ ട്രിവാൻഡ്രം, ഞാൻ വീട്ടിൽ തന്നെ. ഇതിലിപ്പോ തിരുവനന്തപുരം സാധനങ്ങളൊക്കെ ഇറങ്ങുന്നതായിരുന്നു. അതാണ്. പിന്നെ നമ്മുടെ കൂടുതൽ ആശിൻ ഇപ്പൊ സൗദി, ശ്രാവൺ ബംഗളൂരു. പറഞ്ഞോ, നമ്മൾ ഗരുഡഗിരിയിലാണ്. നമ്മൾ ചൈതന്യ റെസിഡൻസ് അസോസിയേഷൻ കുടുംബ സംഗമം ഗരുഡഗിരി കള്ളശാപ്പ് ഫാമിലി ടോഡി സെന്റർ ടോഡി ഷോപ്പില് എല്ലാരും ഒത്തുകൂടിയിരിക്കുകയാണ്. നീ മൂത്രം ഒഴിക്കണം.
ബൂമ്പാങ്കണ്ണം പറഞ്ഞിട്ടുള്ള എന്തോ അറിയോ? ഇതിനകത്ത് സിങ്ക് ഉണ്ട്. ഇതിനകത്ത് കക്കയുടെ തീട്ടത്തിനകത്ത്. എന്തുവാണ് പെണ്ണിക്കഴിവ്? നിനക്ക് എന്തിനാ? രണ്ട് മെനക്കേറടാ. ഞാൻ ഒരു ദിവസം കറി വെച്ചത് വലിയ ടേസ്റ്റ് ഇല്ല. ചാറിന് നല്ല ടേസ്റ്റ് ആട്ടോ. കപ്പ എത്ര വേണം? കപ്പ വേണ്ട, കപ്പ ഒന്ന് മതി. മുന്നേ ഫോട്ടോ എടുക്കല്ലേ, മുന്നേ വീഡിയോ എടുക്കല്ലേടാ. കരിയാപ്പില്ലേ വേഗം അങ്ങോട്ട് വായി പോയി കൈ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകുമ്പോൾ വെള്ളത്തിൽ ശോശിക്ഷയായിട്ട് നിൽക്കുന്ന ആ ചേട്ടനെ കണ്ടപ്പോൾ ഭയങ്കരമായ ആഗ്രഹം എന്താണ് ചേട്ടൻ്റെ അരയന്നത്തിൽ കയറണം. പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് ചാടി അങ്ങ് കയറി വെച്ചു. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് പെർ ഹെഡ് 100 രൂപ മാത്രമാണ്. അവര് നമ്മുടെ അടുത്ത് ടൈം ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഫസ്റ്റ് കസ്റ്റമർ ആണ്. അവരിങ്ങനെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക. ഗരുഡായിരിക്കും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത്. ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ കരുതുന്ന പോലല്ല, വെരി ഈസി ഫോർ മീ. തൈസൊക്കെ സീനാണ്. സോ ഞാനിത് ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് ചവിട്ടുന്നത്. സോ സെക്സി റൈറ്റ്. കാല് വയ്യാത്തോണ്ട് കൈവച്ചാക്കുന്നത്. നമ്മുടെ പെരുന്നാൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ വീടെത്തി. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇനി ഈ വ്ളോഗുമായിട്ട് അങ്ങനെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇങ്ങനെ മെല്ലെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ. അപ്പൊ ഞങ്ങൾ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ല കാറ്റ്, കുറച്ചേരം ഇവിടെ കിടന്നിട്ട് അവിടെ ഒരു കളർ വ്യത്യാസം.